Good morning. Okay, നമ്മൾ എക്സസൈസ് 11.2 പേജ് നമ്പർ 180 ക്വസ്റ്റ്യൻ നമ്പർ 2 ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്, എക്സസൈസ് ചെയ്തു തറവാകാൻ വേണ്ടി. ഈ പ്രോബ്ലംസ് 12 ആണ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തറവായിരിക്കും. ഇപ്പം നിങ്ങൾ പഠിച്ചു അല്ലേ? നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഇവിടെ പറഞ്ഞത് സിംപ്ലിഫൈ ചെയ്യുക, പക്ഷെ എക്സ്പെൻഷ്യൽ ഫോമിൽ തന്നെ ആൻസർ എഴുതണം. മൾട്ടിപ്ലൈ ചെയ്തൊന്നും ആൻസർ ഫൈനൽ ആൻസർ വേണ്ട. പിന്നെ ലോവസ്റ്റ് എക്സ്പെൻഷ്യൽ ഫോം വേണം. അപ്പം നമുക്ക് ലോവസ്റ്റ് എക്സ്പെൻഷ്യൽ ഫോം ആണെങ്കിൽ നമ്മുടെ ലോവസ്റ്റ് പ്രൈം നമ്പേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? പ്രൈം നമ്പേഴ്സ് 2, 3, 5 ഒക്കെ ആക്കി സെലക്ട് ചെയ്ത് അങ്ങനെ അല്ല കിടക്കുന്നെങ്കിൽ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്ത് പ്രൈം നമ്പേഴ്സ് ആക്കി മാറ്റി. അതറിയാം, നിങ്ങൾക്കറിയാം. നമുക്ക് എന്നാലും ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ചെയ്യാം. 2 raised to 3 into 3 raised to 4 into 4 by 3 into 32. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ ബേസ് 2 പ്രൈം നമ്പർ, ഓക്കെ. ഇവിടുത്തെ ബേസ് 3 പ്രൈം നമ്പർ. പ്രൈം നമ്പർ വന്നപ്പോൾ അതിന് ചെറുതാക്കാൻ പറ്റത്തില്ല, അതായത് പ്രൈം നമ്പർ ആക്കാൻ പറയുന്നത്. 4 പ്രൈം നമ്പർ അല്ല, അപ്പം അതിനെ ചെറുതാക്കാം. 4നെ ചെയ്യുമ്പോൾ എത്ര പേര് ഫാക്ടറൈസ് ചെയ്തേ? 2 കണ്ട് 1. അപ്പോൾ 4 is equal to 2 into 2, 2 square എന്ന് എഴുതാം അല്ലേ? ഞാൻ ഇതൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അങ്ങനെ ചെയ്യുന്ന കേട്ടോ. ഈ ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, ആ വീഡിയോ കാണണം മറന്നു പോയെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ സ്ഥാനത്ത് ഞാൻ എഴുതാൻ പോവാണ് 2 raised to 3 into 3 raised to 4 into ഈ 4ന്റെ സ്ഥാനത്ത് എങ്ങനെ എഴുതാൻ പോവാം? 2 raised to 2 എന്ന് എഴുതുമോ? ഓക്കെ, നിങ്ങൾക്ക് അറിയാം. ഇവിടെ എന്തെങ്കിലും മാറ്റാനുണ്ടോ? ഇല്ല, 3 മാത്രമേ ഉള്ളൂ. തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ പവർ 1 എന്നിടുക. 3 raised to 1 എന്ന് പറഞ്ഞാൽ എന്നാ 3 തന്നെയാണ്, കാരണം നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ തെറ്റും, അതിനാണ്. ഇനി 32നെ ഒന്ന് ഇതുപോലെ തന്നെ പ്രൈം നമ്പേഴ്സ് ആക്കാം. നെ പ്രൈം നമ്പർ ആക്കിക്കേ. 2 കൊണ്ട് പറ്റും അല്ലേ? 2, 12, 2, 8, 2, 4, അതിനെ 2 കൊണ്ട് പറ്റും. 2നെ പിന്നെ 2 കൊണ്ട് പറ്റും. അപ്പം 32 എന്ന് പറഞ്ഞാൽ 5. 2 into 2 into 2 into 2 into 2, 5 2 ഉണ്ട്. അപ്പം നമ്മൾ എന്നാ എഴുതും? 2 raised to 5 എന്ന് എഴുതും. അപ്പം 3 into ഈ 32ന്റെ സ്ഥാനത്ത് എന്നാ എഴുതും? 2 raised to 5. ഇനി നമ്മൾ എന്നാ ചെയ്യും? നിങ്ങൾ പറ, ഇനി എന്നാ ചെയ്യാൻ പോകണം? അതായത് നമുക്ക് നമ്മുടെ ലോ അപ്ലൈ ചെയ്യണം. ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ അവരെ ഒന്ന് അടുപ്പിച്ചെഴുതാം. അപ്പം നമ്മൾ റീഅറേഞ്ച് ചെയ്തെഴുതാൻ പോകും സംഖ്യകളെയൊക്കെ അല്ലേ? ഇവിടെ തന്നെ അങ്ങ് റീഅറേഞ്ച് ചെയ്യാം. 2 raised to 3 അല്ലേ? ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ബേസ് സെയിം ആകണമല്ലോ. അപ്പൊ ബേസ് സെയിം ആകാൻ ഇങ്ങനെ മാറി കിടപ്പുണ്ട്, അവരൊന്ന് അറേഞ്ച് ചെയ്ത് അടുപ്പിച്ചെന്ന് എഴുതും, അത്രേ ഉള്ളൂ. ഈ 2 raised to 2നെ ഇപ്പുറത്താക്കി, പിന്നെ 3 raised to 4 എഴുതി. വേറെ ഒരു വ്യത്യാസം വരുത്തിയില്ല, ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതും. ഇവിടെ അതുപോലെ നമുക്ക് 2നെ ഒന്ന് ഇപ്പുറത്തോട്ടാക്കി എഴുതാം. 2 raised to 5 into 3 raised to 1. ഇതെന്തിനാ തിരിച്ചാൽ നമുക്ക് ഡിവിഷൻ വരില്ല, അന്നേരം ഒന്ന് നേരെ ആക്കാനാണ്. ഈസ് ഈക്വൽ ടു ഉണ്ട്. നമുക്ക് ലോ ആപ്ലിക്കേഷൻ തുടങ്ങി കണ്ടോ? ബേസ് സെയിം, മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്നു. ഏത് ലോ അപ്ലൈ ചെയ്യും? a raised to m into a raised to n is equal to a raised to m plus n. അപ്പൊ എന്നാ എഴുതാം? 2 raised to 3 plus 2 എന്ന് എഴുതാമല്ലോ അവിടെ. ഇൻറ്റു അവിടെ ആര് കിടപ്പുണ്ട്? 3 raised to 4 കിടപ്പുണ്ട്. താഴെ ഒന്നുമില്ല, വ്യത്യസ്തമാണ്, നമ്മളൊന്നും ഇപ്പൊ ചെയ്യാനില്ല. അപ്പൊ അത് അതുപോലെ തന്നെ അങ്ങ് എഴുതി. ഇനി ഇവിടെ ഒന്ന് ആഡ് ചെയ്യുന്ന എഴുതട്ടെ. 2 raised to 3 plus 2 എത്രയാണ്? 5 into 3 raised to 4 by 2 raised to 5 into 3 raised to 1. അടുത്ത അപ്ലൈ ചെയ്യാറായില്ലേ? നിങ്ങൾ പറ. ഡിവിഷൻ സെയിം ബേസിൽ ഡിവിഷൻ കിടക്കുന്നു. അപ്പൊ ഏത് അപ്ലൈ ചെയ്യും? a raised to m by a raised to n is equal to a raised to m minus n. അപ്പൊ നമുക്ക് എവിടെ എഴുതാം? മേളിലോട്ട് എഴുതാം അല്ലേ? എന്തെഴുതും? 2 raised to 5 minus 5, m minus n എന്നല്ലേ? ഇൻറ്റു 3 raised to, അടുത്തത് സെയിം ലോ തന്നെ അപ്ലൈ ചെയ്തു, സെയിം ബേസ് ആണ്. അപ്പം 2 raised to 5 minus 5 0 ഇൻറ്റു 3 raised to 4 minus 1 എന്ന് പറഞ്ഞാൽ 3. ഇനി പറഞ്ഞേ 2 raised to 0 തന്നെ ആരാ? 2 raised to 0 അത് നമ്മളൊരു കോൺസെപ്റ്റായിട്ട് ഇതിനകത്ത് പഠിച്ചായിരുന്നു. എന്നാണ് a raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതെങ്ങനെയാണ് a raised to 0 1 ആണെന്നൊക്കെ നമ്മളൊരു പ്രോബ്ലം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 raised to 0യുടെ സ്ഥാനത്ത് തന്നെ എഴുതാം 1 into 3 raised to 3. 3 raised to 3
27 ആണെന്ന് അറിയാം, എന്നാൽ അങ്ങനെ എഴുതുന്നില്ല. 1 × 3/3 തന്നെയാണ്. നമ്മളോട് എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് ഫൈനൽ ആൻസർ എഴുതാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ 3/3 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടുമെന്ന് അറിയാം, 27 കിട്ടുമെന്ന് അറിയാം. അപ്പൊ നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫോമിൽ തന്നെ വേണം, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി. മനസ്സിലായോ? എളുപ്പമാണ് മക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല. ലോസ് എല്ലാം പഠിക്കുക, എത്രയേ ഉള്ളൂ. ലോസ് എല്ലാം പഠിക്കുക, കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 5/2 the whole raised to 3 into 5/4 വലിയൊരു ബ്രാക്കറ്റ് ഡിവൈഡഡ് ബൈ 5/7. എന്തിനാ ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്? ബ്രാക്കറ്റ് കിടക്കുന്ന ആദ്യം ചെയ്യണം, എന്നിട്ട് വേണം അടുത്ത വെളിയിലോട്ട് കാൽക്കുലേഷന് പോകാൻ. മനസ്സിലായോ? പക്ഷെ ഇവിടെ നോക്കി, ഒരു ബ്രാക്കറ്റിന്റെ അകത്ത് വേറൊരു ബ്രാക്കറ്റ്. അപ്പൊ ഇതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്, അതിനുശേഷം അടുത്ത ബ്രാക്കറ്റ് ചെയ്യുക, ബാക്കി കാൽക്കുലേഷൻ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ തന്നെ ഒരു ലോ, അപ്പൊ ആദ്യത്തെ വലിയ ബ്രാക്കറ്റ് ഞാൻ കൊടുത്തു. ഇവിടെ തന്നെ ഒരു ലോ, നമ്മുടെ ലോ ആയിട്ടുള്ള a/m the whole raised to n is equal to a/mn. ഇവർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പൊ 5/2 × 3 into 5/4 നമ്മുടെ വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഡിവൈഡഡ് ബൈ 5/7. എഴുതിയല്ലോ. ഓക്കെ, ഇനി ഇവരുടെ കാൽക്കുലേഷൻ നടക്കട്ടെ. ബ്രാക്കറ്റിൽ തന്നെ, ബ്രാക്കറ്റിൽ നിന്ന് വെളി ഇറങ്ങാറായില്ല. എത്രയാണ്? 5/3 × 2 6 into 5/4 ഡിവൈഡഡ് ബൈ 5/7. ഇനി നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. ഇവർ തമ്മിൽ എന്ത് ചെയ്യാനാ? ബേസ് സെയിം. നമ്മുടെ ലോ അപ്ലൈ ചെയ്യും. ഏതാണ്? a/m × a/n is equal to a/m plus n. കേട്ടോ, ബേസ് സെയിം ആണ് കേട്ടോ. എപ്പോഴും ലോ ചുമ്മാ അപ്ലൈ ചെയ്തേക്കല്ലേ മക്കളെ, നിങ്ങൾ നോക്കണം, ബേസ് സെയിം ആണോ നോക്കണം കേട്ടോ. അപ്പൊ പവേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ എക്സ്പോണന്റ് തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 5/7 is equal to, ആഡ് ചെയ്തേ, 5/10 ഡിവൈഡഡ് ബൈ 5/7. ദേ വന്നിരിക്കുന്നു അടുത്ത ലോ. ഏതാണ്? a/m by a/n is equal to a/m minus. എങ്ങനെ മനസ്സിലായി ഇവിടെ ലോ ഒന്ന്? ബേസ് സെയിം അല്ലേ? അപ്പൊ അത് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്കറിയാം. അപ്പൊ എന്ത് ചെയ്യും? എക്സ്പോണന്റ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. 5/3. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്, 5/3. ഇത്രയും ബ്രാക്കറ്റും ഒക്കെ ഇട്ട് അവരതെല്ലാം തുറന്ന് ഇറങ്ങി വന്നപ്പോൾ ആൻസർ എത്ര കിട്ടി? 5/3 എന്ന് കിട്ടി. 5/3 എന്ന് പറഞ്ഞാൽ 5 × 5 × 5 അല്ലേ? 125 വരും. പക്ഷെ അങ്ങനെ എഴുതരുത്, കാരണം അവർ ചോദിച്ചിട്ടുണ്ട്, എക്സ്പൊണൻഷ്യൽ ഫോമിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ്പൊണൻഷ്യൽ ഫോമിൽ തന്നെ എഴുതണം. മനസ്സിലായ മക്കളെ? എല്ലാവരും ചെയ്ത് പഠിക്കുക. വീഡിയോ പ്രാവശ്യം കണ്ടേ, തന്നെ ചെയ്തേ, തെറ്റട്ടെ. ഞാൻ പറയുന്നത് തെറ്റണമെന്നാണ് പറയുന്നത്. തെറ്റട്ടെ, നിങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുക എവിടെയാണ് തെറ്റിയെന്ന്. അത് കറക്റ്റ് ചെയ്തു, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ലോസ് എല്ലാം കാണാൻ പഠിച്ചില്ലേ? ഇപ്പൊ ഞാൻ എഴുതി എൻ്റെ കൈ മടുത്തു. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഞാൻ അതിനെ എഴുതിയത്, കുറേ പ്രാവശ്യം എഴുതി വെച്ചത് നിങ്ങൾ പഠിക്കാൻ. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കേ. താങ്ക് യു.